ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്വിയാസ് ക്രിയേഷൻ. ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു മേക്ക് എ ഡ്രൈ ക്ലേ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടത് 3-4 സാധനങ്ങളാണ്. ഓയില്, പിന്നെന്തുവായിരുന്നു, പിന്നെ മൈദ, പിന്നെ ഉപ്പുവെള്ളം. ഈ ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ഈ ഉപ്പില്ലേ, സാധാ പൊടിയുപ്പോ കല്ലുപ്പോ ആണെങ്കിലും മതി. പൊടിയുപ്പ് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കുക. അതെടുക്കുക. അല്ലെങ്കിൽ കല്ലുപ്പിനകത്ത് വെള്ളം ഒടിച്ചിട്ട് നല്ല രസമായിട്ടുള്ളൊരു ഉപ്പ് വരും. കണ്ടോ, ഇത് ഉപ്പ് വെള്ളമാണ്. ഭയങ്കര ഉപ്പാണ്. പിന്നെ മൈദ, ഇത് 10 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ എണ്ണ, ഓയിൽ, ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു സ്റ്റീൽ പാത്രം, ആദ്യം ഞാൻ ഇച്ചിരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം വേണം. പിന്നെ ഒരു സ്പൂണും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം. ഒരു 2 സ്പൂൺ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുക്കിനെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒഴിക്കുമ്പം വെളിയിലോട്ട് ആവാതിരിക്കാൻ വന്നാലും. പിന്നെ ആദ്യം നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ അത് മുഴുവൻ ഒഴിക്കണേ. ഇത്ര സ്പൂണൊന്നുമില്ല, നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അതൊഴിക്കാം. പിന്നെ ഉപ്പുവെള്ളം, 2 സ്പൂൺ തന്നെ ഒഴിക്കണം. ഞാൻ കറക്റ്റ് ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പകുതിയാണ് ഒഴിക്കുന്നത്. പിന്നെ ഇതായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെയും വെള്ളം ചേർക്കാം. ഇനി കുഴയ്ക്കാവേ. പിന്നെ എങ്ങാനും വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ മൈദ ഇച്ചിരിയും കൂടി ഇട്ട് കൊടുക്കുക. മൈദ കൂടിപ്പോയാൽ ഇതിൻ്റെ ഒരു ഇത് കുറയും. ഇത് വെള്ളം ഇച്ചിരി കൂടിപ്പോയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരിയും കൂടെ അതിട്ടത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ കൂടിപ്പോയാൽ പിന്നെ ഇച്ചിരിയും കൂടെ ഇതെടുക്കണം. പിന്നെ വെള്ളം ഒഴിക്കാൻ വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, കൂടല്. നമുക്കിതിനി കുഴയ്ക്കാം. നന്നായിട്ട് കൈ വെച്ചോ സ്പൂൺ വെച്ചോ എങ്ങനെ വേണമെങ്കിലും കുഴയ്ക്കാം. അപ്പോൾ നമുക്ക് കുഴച്ചിട്ട് കാണാമേ. കണ്ടോ, നല്ല ഇതേപോലെ ഇരിക്കും. നമ്മൾ നന്നായിട്ട് കുഴയ്ക്കണം, നല്ല ഇതായിട്ട് കുഴയ്ക്കണം. പിന്നെ എങ്ങാനും ഭയങ്കരമായിട്ട് അമുങ്ങുന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, കൂടിപ്പോയാൽ ഒരു ക്വാണ്ടിറ്റി മീൻസ് ഒരു കൺസിസ്റ്റൻസി കുറയും, ഒരു നല്ലൊരു രീതിയിലിരിക്കത്തില്ല. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ആ പാത്രത്തിൽ നിന്ന് വിട്ടു പോകണം, അതേപോലെ കുഴച്ചെടുക്കാം. ഇങ്ങനെ കൈവച്ച് എല്ലാം ആയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. കണ്ടോ, ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി വേണം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കയ്യിലിങ്ങനെ ഒട്ടല്ലേ, പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കല്ലേ, നല്ല ഇതായിട്ടെടുക്കണം. അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് പിന്നെ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടിയില്ലേ, അതാണെങ്കിൽ യൂസ് ചെയ്യാം. ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട്, നല്ല ഇതായിട്ട് ഇട്ടുണ്ട്. പിന്നെ ഇത് ഒരു 2-3 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഉപയോഗിക്കാവുള്ളൂ. നന്നായിട്ട് കുഴച്ചെടുക്കുക. കണ്ടോ, തൊടുമ്പഴൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ ഊട്ടാണ് ഇരുന്നുണ്ടോ. ഇങ്ങനെയുണ്ട്. ഇതേപോലെ ഉണ്ടാക്കുക. ഇതേപോലെ നന്നായിട്ട് ഇടിച്ച് പരത്തിയെടുക്കുക. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലെ ഉണ്ടോ. ഇങ്ങനെ കുഴയ്ക്കുക, നന്നായിട്ട് കുഴയ്ക്കുക. കയ്യിലിച്ചിരി എണ്ണ തൂത്തിട്ട് ഇങ്ങനെ കുഴച്ച് വെക്കുക. നന്നായിട്ട് കുഴയ്ക്കുകയെ. കുഴച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബോള് പോലെ ആക്കുക. എന്നിട്ട് നിങ്ങളൊരു പ്ലാസ്റ്റിക് കവർ കഴുകി വെക്കണേ. അതിനകത്താണ് ഇത് പൊതിയേണ്ടത്. കണ്ടോ, പ്ലാസ്റ്റിക് കവറിനകത്ത് നന്നായിട്ടിത് പൊതിയുക. ഇത് ഇങ്ങാണം പൊതിയാത്ത വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കട്ടിയായി ഇതായി പോവും. അതുകൊണ്ടാണ് നന്നായിട്ട് പൊതിയണമെന്ന് പറയുന്നത്. നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഒരു നല്ല നന്നായിട്ട് പൂട്ടി വെക്കാൻ പറ്റുന്നൊരു പാത്രം അതിനകത്ത് ഇട്ട് വെക്കുക. നന്നായിട്ട് അടഞ്ഞിരിക്കണം. കണ്ടോ, ഇതേപോലത്തെ ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പിന്നെ നന്നായിട്ട് ഇരിക്കണം. അതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് അടച്ച് വെക്കുക.
നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് ഞാൻ പോലെ തന്നെ ഫ്രിഡ്ജിലാണ്. ഇത് ഫ്രിഡ്ജിൽ കൊണ്ടാണ് വെക്കേണ്ടത്. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് മുറുക്കുക. വല്ല കാറ്റ് വല്ലതും കയറുന്നുണ്ടെങ്കിൽ അത് കട്ടയായി പോകും. പിന്നെ ഞാൻ വെക്കുന്നത് ഇവിടെയാണ്. ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.